ഞാൻ ഡോക്ടർ MP മണി. ആയുർവേദ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് തന്നെ പലരും ചോദിക്കാറുണ്ട്, ഗർഭരക്ഷയ്ക്കും പ്രസവരക്ഷയ്ക്കും എന്ത് മരുന്നുകളാണ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ആയുർവേദ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തനം കൂടിയായിരുന്നു. അവിടെ ഒരുപാട് ചർച്ചകൾ എല്ലാ വിഷയങ്ങളിലും നടക്കാറുണ്ട്. ഈ വിഷയങ്ങളിൽ നടക്കാറുണ്ട്. മറ്റ് വൈദ്യശാസ്ത്രങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാരൊക്കെ പലപ്പോഴും ഈ ചർച്ചയിൽ പങ്കെടുക്കാറുള്ളത്. അപ്പോൾ അന്ന് തന്നെ പഠിക്കുന്ന കാലത്ത് കൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന മറുപടി ഗർഭവും പ്രസവവും രോഗമല്ല എന്നായിരുന്നു. ഒരു മരുന്നിൻ്റെ കാര്യം ചിന്തിക്കേണ്ടല്ലോ. കാരണം സത്യമായിട്ട് പറയണം, അതാണ് എൻ്റെ കഥ. ഇവിടെ ഈ രംഗത്ത് കാലഘട്ടം മുന്നോട്ട് പോയി ഒരുപാട് ചർച്ചകൾ നടന്നു. പക്ഷേ വലിയേറിയൊരു പുതിയ അറിവ് വന്നത് കാലിഫോർണിയ എന്നാണ്. കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷകരാണ് പുതിയ അറിവ് പ്രസിദ്ധീകരിച്ചത്. ഒരുപാട് സ്ത്രീകളിൽ നടത്തിയ പഠനത്തിൻ്റെ ഭാഗമായിരുന്നു അവരുടെ പുതിയ കണ്ടെത്തൽ. നമ്മൾ ഈ ചില സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ പറയാറുണ്ട് നാട്ടിൽ മാസം തികയാതെ പ്രസവിച്ചതെന്ന്. അത്തരം പ്രസവങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ അംഗവൈകല്യമുള്ളവരായിട്ട് ജനിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന് കാരണം, ഇതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യാറേ ഇല്ല. കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷകർ പറഞ്ഞത് അന്ന് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണത്. ഗർഭകാലത്ത് സ്ത്രീയിലുള്ള അല്ലെങ്കിൽ അമ്മയിലുള്ള പ്രസവിക്കുന്ന സ്ത്രീയിലുള്ള അണുബാധകളാണ് ഇതിന് കാരണമെന്നാണ്. അപ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാൾക്ക് മുറിവോ പരിക്കോ ഒന്നുമില്ലെങ്കിൽ അണുബാധയൊന്നും ഇല്ലെന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ഇത്തരം കേസുകളിൽ നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത് വായിലാണ്. വാക്കകത്ത് അണുബാധകളാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന കാരണമാകുന്നത്. നമ്മൾ ഗർഭകാലത്ത് ഗർഭരക്ഷയെക്കുറിച്ച് ചിന്തിക്കും, വാക്കകത്തെ ശുചിത്വത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. ആരും ചിന്തിക്കാറില്ല. ആ ചിന്തിക്കാതിരിക്കുന്നതിൻ്റെ ദുരന്തമാണ് ഇത്തരം അകാല പ്രസവങ്ങളും അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ ജനനവും. ഇങ്ങനെ അകാല പ്രസവത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ അവരുടെ രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അപ്പോൾ ഗർഭകാലത്ത് അമ്മയിലുള്ള അണുബാധ പ്രധാനമായിട്ട് വാക്കകത്ത് തന്നെ. വായ്പുണ്ണ്, പല്ലുവേദന, മോണവീക്കം, ഇത്തരം കാര്യങ്ങൾ തീരെ പരിഗണിക്കാറില്ല ഇപ്പോഴും. അത് വായ്പുണ്ണ്, അതേതോ ജീവിതത്തിൻ്റെ കുറവാണ്, അല്ലെങ്കിൽ പല്ലുവേദന. ഇത് വളരെ ശ്രദ്ധിച്ചേ പറ്റൂ. അത് ഡോക്ടറോട് ചോദിച്ചാൽ അതിൻ്റെ കൃത്യമായ പ്രതിവിധികൾ ഡോക്ടർ പറഞ്ഞു തരും. ഇനി അതിനൊന്നും ഡോക്ടറൊന്നും കാണാൻ പോകുന്നില്ല പലരും നോക്കിയാൽ. എങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ചെറിയ പരിപാടികളൊക്കെ ആകാം. അത് കാര്യമായിട്ടൊന്നുമില്ല. പോകുന്ന നേരം ആഹാരം കഴിഞ്ഞ് ഉടനെ ഒരു കല്ലുപ്പ് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കി ഒന്ന് വാ കഴുകുക എന്നുള്ളതാണ്. ഇതാർക്കും ആകാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഈ വേറൊരു പരിധിവരെ വാക്കിയാവുന്നതാണ് ബാധ ചേർക്കാൻ ഇത് മതിയാവും. വേറൊരു കഥ പറയാനുള്ളത് പ്രസവരക്ഷയെക്കുറിച്ചാണ്. ഇതുപോലെ പ്രസവവും രോഗമൊന്നുമല്ല, പക്ഷെ അവിടെ ഒരു ചെറിയ കാര്യം നടക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ അസ്ഥികൾക്ക് വേണ്ട കാൽഷ്യം ചോർത്തിയെടുക്കുന്നത് അമ്മയുടെ അസ്ഥിയിൽ നിന്നാണ്, അമ്മയുടെ ശരീരത്തിൻ്റെ അസ്ഥിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ ഒരുപാട് സ്ത്രീകളിൽ കാൽഷ്യത്തിൻ്റെ ശേഖരം കുറവായതുകൊണ്ട് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ സന്ധിവാതം ഉണ്ടാകും, സന്ധിവാത രോഗം. അതിന് കാര്യം മറ്റു വാതരോഗങ്ങളുടെ ലക്ഷണമാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രസതന്ത്രം എന്ന് പറയുന്നത് ഇവരുടെ ശരീരത്തിലെ അസ്ഥികളിൽ കാൽഷ്യത്തിൻ്റെ ശേഖരം കുറയുന്നതുകൊണ്ടാണ്. അതാണ് ഒരു ചെറിയ വീഴ്ച ഉടൽ ഈ തുടയിൽ പൊട്ടി എന്നൊക്കെ നമ്മൾ കേൾക്കാറുള്ളത്. ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായി. പ്രസവരക്ഷയുടെ കാര്യത്തിൽ അമ്മയുടെ ശരീരത്തിലെ കാൽഷ്യത്തിൻ്റെ ശേഖരം നല്ല അവസ്ഥയിൽ നിലനിർത്താനുള്ളൊരു ശ്രദ്ധ നല്ലതാണ്. അതിന് വലിയ കാര്യമായിട്ടുള്ള ജോലിയൊന്നുമില്ല. ഈ പ്രസവിച്ചു കഴിഞ്ഞാലും ഈ നീർക്കെട്ടും പനിയും അണുബാധകളൊന്നും ഉണ്ടാകാതിരിക്കാൻ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ഡോക്ടർമാരെങ്ങനെയാണ് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാൽഷ്യത്തിൻ്റെ ശേഖരം നല്ല നിലയിലായിരിക്കാൻ ഒരു കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ വെള്ള പതിവായിട്ട് കഴിച്ചാൽ മതി. വളരെ ലളിതമാണ്.
അപ്പോൾ ഗർഭരക്ഷ പ്രസവരക്ഷയിൽ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്.